ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായല്ലോ, നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് ഒരുപാട് ഡൗട്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ 2 ഡൗട്ട്സിൻ്റെ ക്ലാരിഫിക്കേഷനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം ചിലപ്പം ചില സൗണ്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഞാൻ കടലിന് തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് മാൽദീവ്സിൽ വന്നു കഴിഞ്ഞാൽ പൈസ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് സിംഗിളായിട്ട് വരാം, അല്ലാതെ ഫാമിലി ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് നോർമലി ചിന്തിക്കാൻ പറ്റുമല്ലോ, ഫാമിലി ആയിട്ട് വരുന്നതിനേക്കാളും സിംഗിളായിട്ട് വരുന്നതിനേക്കാളും എക്സ്പെൻസ് ആയിരിക്കും ഫാമിലി ആയിട്ട് വരുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചിലവ് കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതനുസരിച്ച് നമുക്ക് പൈസ സേവ് ചെയ്യാം. ഇനി എത്ര രൂപയോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു ഫാമിലി ബേസ് ചെയ്താണെങ്കിൽ നമുക്കൊരു 15,000 ആണ്, അതായത് ഒരു 15,000 രൂപ നമുക്ക് സേവ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു ഇതിൽ നിന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം കാര്യം, എനിക്ക് കുഞ്ഞു വാവയായതുകൊണ്ട് അവൾക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും മേടിക്കാൻ. അപ്പോൾ എനിക്ക് ഏകദേശം അത്രയാണ് ചെയ്യാൻ പറ്റുള്ളൂ. 15 to 20 അത്രേ പറ്റുള്ളൂ. അതെൻ്റെ മാക്സിമം ലെവലാണ് കേട്ടോ. പിന്നെ രണ്ടാമതുള്ള ഒരു ഡൗട്ട്സാണ് ട്രാവലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ട്രാവലിംഗ് എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷനേ ഇവിടെ ഉള്ളൂ, ബോട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് നിങ്ങൾക്ക് കാണാമല്ലോ, ചുറ്റിനും പുറം മൊത്തം കടലാണ്, വേറൊരു സംഭവം ഇവിടെ ഇല്ല. നമുക്ക് എന്താ പറയുക, നമുക്ക് ദ്വീപുകളിലാണ് കിട്ടുന്നതെങ്കിൽ, ഓരോ ഐസ്ലൻഡിലുകളാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ട്രാവലിങ്ങിന് ബോട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. അത് ഒത്തിരി ദൂരത്തേക്കൊക്കെയുള്ള ഐസ്ലൻഡുകളാണെങ്കിൽ ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. എൻ്റെ പ്ലേസിലോട്ട് എനിക്ക് ത്രൂ ബോട്ട് വരികയാണെങ്കിൽ 4.5 hour ട്രാവലിംഗ് ഉണ്ട്. ഞങ്ങൾക്കതുകൊണ്ട് ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പക്ഷേ എൻ്റെ ഐലൻഡിലല്ല, എൻ്റെ അപ്പുറത്തെ ഐലൻഡിൽ തിമിരഫുഷി എന്ന് പറയും, അവിടെയാണ് എയർപോർട്ട് ഉള്ളത്. ഞങ്ങളുടെ അറ്റമുള്ള. അപ്പോൾ അങ്ങനെ. പിന്നെ ട്രാവലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, മാലേ സിറ്റിയിലാവുമ്പം ആസ് യൂഷ്വൽ അറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ സിറ്റിയിലൊക്കെ പോകുന്ന പോലെ തന്നെ സെയിം എല്ലാ റോഡാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തരം വണ്ടികളും യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ മോസ്റ്റ് ഓഫ് ടൈം ഇലക്ട്രോണിക് സ്കൂട്ടറുകളാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളോ സംഭവം അങ്ങനത്തെ പമ്പ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രോണിക്സാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ ട്രാവലിങ്ങിനെ പറ്റി വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ലഗേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഓരോ അറ്റോളിലോട്ട് വലിയ ബോട്ട് മാലേ സിറ്റിയിൽ നിന്ന് ലോഡും കൊണ്ട് വരും. ആ ടൈമിലായിരിക്കും നമുക്ക് കിട്ടുക, നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൂ ട്രാവലിങ്ങിനെ പറ്റിയിട്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമുക്ക് ഒരു ഐലൻഡിൽ കൂടെ വണ്ടിയൊക്കെ ഓടിക്കാം. അതായത് ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് സ്കൂട്ടർ, സൈക്കിള്, അതൊക്കെയാണ് മോസ്റ്റ് ഓഫ് ടൈം എല്ലാവരും യൂസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ ട്രാവലിങ്ങിനെ പറ്റി. അപ്പം അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഡൗട്ടുമായി കാണാം. ടാറ്റാ, ബൈ ബൈ.